നമസ്കാരം. PM ശ്രീ പദ്ധതിയിൽ നിന്നും കേരളം പിന്മാറിയത് താൽക്കാലികമായിട്ടാണോ? ഇനി ഒരുപക്ഷെ ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടം കഴിയുമ്പോഴേക്കും അടുത്ത തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ CPM-നെ അനുനയിപ്പിച്ചുകൊണ്ട് വീണ്ടും PM ശ്രീ പദ്ധതിയിൽ ആ ധാരണാപത്രത്തിൽ ഒപ്പിടേണ്ട കാര്യമില്ല. ആ ധാരണാപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട ആ റദ്ദാക്കൽ പിൻവലിക്കുകയും PM ശ്രീയിൽ വീണ്ടും ഒപ്പിടുകയും ചെയ്യും എന്ന് തന്നെയാണ് കാണേണ്ടത്. കാരണം CPM-ന് അല്ലെങ്കിൽ കേരള ഭരണകൂടത്തിന് ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ സാമ്പത്തിക ബാധ്യത വല്ലാത്ത ഒരു കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസം 1-ാം സ്ഥാനത്താണെന്നൊക്കെ പറയുമെങ്കിൽ പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളുകളിൽ കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാൻ പോലും, അതായത് SSA എന്ന പദ്ധതി ഏകദേശം തകർന്ന മട്ടിലാണ്. അവിടെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്ത അവസ്ഥയാണ്. ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും, അതായത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും അവിടത്തിലെ ജീവനക്കാർ പ്രക്ഷോഭമായിട്ടും സമരമായിട്ട് രംഗത്ത് വരും. അത് കഴിഞ്ഞിട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ വീണ്ടും അവർ പ്രതിഷേധമായിട്ട് വരും. സ്വാഭാവികമായിട്ടും CPM-നെ അനുകൂലിക്കുന്ന ആൾക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നത്. അവർക്കെല്ലാം അവരുടെ എല്ലാം ശത്രുത ഏൽക്കേണ്ടി വരും. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ഇഞ്ച് പോലും വികസന പ്രവർത്തനം നടത്താൻ പറ്റാത്ത തരത്തിൽ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ്. 452 കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ളത്. നിസ്സാരമല്ല. 452 കോടി രൂപയാണ് ഈ PM ശ്രീ പദ്ധതി പ്രകാരം കേരളത്തിന് ലഭിക്കാനുള്ളത്. അത് ഉടൻ തന്നെ ഞങ്ങൾ തരും. ആ 452 കോടി ഒരു ചില്ലിക്കാശ് പോലും പിടിക്കാതെ ഞങ്ങൾ തരാമെന്നതിനാണ് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത്. അങ്ങനെ ധർമ്മേന്ദ്ര പ്രധാനോട് ഈ ബ്രിട്ടാസ് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഇനി പൈസ തരാത്തത് എന്താണ്, ഞങ്ങൾക്ക് ഇനി എത്ര പൈസ തരും? അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു 452 കോടി രൂപയുണ്ട്, അത് ഞങ്ങൾ തരും. നിങ്ങളുടെ പിന്നെ ഇടതുമുന്നണിയിലെ അസ്വാരസ്യങ്ങൾ ഇല്ലാതാക്കിയിട്ട്, നിങ്ങളുടെ ഘടകകക്ഷികൾ തമ്മിലുള്ള തമ്മിലടി മതിയാക്കിയിട്ട്, നിങ്ങളുടെ അഭിപ്രായ ഭിന്നത ഇല്ലാതാക്കിയിട്ട് നിങ്ങൾ യോജിച്ച് വരൂ, ധാരണാപത്രത്തിൽ ഒപ്പിടൂ, കൃത്യമായിട്ട് നിങ്ങൾക്ക് 452 കോടി രൂപ നൽകാം എന്ന് പറഞ്ഞു. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത്, അതിനു മുമ്പ് ഈ ബ്രിട്ടാസ് വല്ലാതെ ക്ഷോഭിച്ചാണ് കേരളത്തിലെ രാജ്യത്തെ BJP വിരുദ്ധ ഗവൺമെന്റുകളെ ഞെക്കിക്കൊല്ലാൻ പണം കൊടുക്കാതെ, കിട്ടേണ്ട അർഹതപ്പെട്ട പണം കൊടുക്കാതെ ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നു. ഇത് ഫെഡറലിസമാണോ? നിങ്ങൾ കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് നൽകേണ്ട പൈസ നിങ്ങൾ തരുന്നില്ല, അത് അനാവശ്യമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, ഫെഡറലിസത്തിന് എതിരാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊന്ന് നാളെ ഒന്ന് ഒപ്പിടൂ, ഞങ്ങൾക്ക് വേറെ പ്രശ്നമില്ലല്ലോ. ഈ ഫെഡറലിസത്തിനെതിരാണെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കാരണം ഹിമാചൽ പ്രദേശ്, കർണാടക, തെലുങ്കാന, പഞ്ചാബ് ഇതൊന്നും BJP ഭരിക്കുന്ന സർക്കാർ ഗവൺമെൻറ്റുകളല്ലല്ലോ. അപ്പോൾ BJP വിരുദ്ധ ഗവൺമെൻറ്റുകൾ ഉള്ള സംസ്ഥാനങ്ങളെ മുക്കിക്കൊല്ലുന്നു, ഞെക്കിക്കൊല്ലുന്നു എന്ന് പറയുന്നത് അനാവശ്യമാണ്, തെറ്റാണ്. എങ്കിൽ പോലും ഇങ്ങനെയൊക്കെ തെറ്റായ കാര്യങ്ങൾ ബ്രിട്ടാസ് പറഞ്ഞാലും എനിക്ക് ബ്രിട്ടാസിനോട് വലിയ സ്നേഹമുണ്ട്, ബ്രിട്ടാസിനോട് വലിയ നന്ദിയുണ്ട്. കാരണം PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിച്ചത് ബ്രിട്ടാസാണ്. ബ്രിട്ടാസിൻ്റെ ശ്രമഫലമായിട്ടാണ് ഞങ്ങൾക്ക് PM ശ്രീ പദ്ധതി അതിൻ്റെ ഒപ്പുവയ്ക്കാൻ കേരളവും കേന്ദ്രവും തയ്യാറായത്. അങ്ങനെ കേരളത്തിനെ അതിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരാൻ വളരെയധികം പരിശ്രമം നടത്തി. പല തവണ ഞാനുമായിട്ട് ബ്രിട്ടാസ് സംസാരിച്ചിട്ടുണ്ട്, ജോൺ ബ്രിട്ടാസ് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു കളമൊരുങ്ങിയത്. അതുകൊണ്ട് അത്തരത്തിൽ PM ശ്രീ പദ്ധതിയുടെ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് എത്തിക്കഴിഞ്ഞ, അല്ലെങ്കിൽ അതിൽ അതിനുവേണ്ടി തയ്യാറാക്കിയെടുത്ത ബ്രിട്ടാസിനോട് എനിക്ക് നന്ദിയുണ്ടെന്ന് പറഞ്ഞു. ഇത് ബ്രിട്ടാസിൻ്റെ പൊയ്മുഖം, അതായത് കപടമുഖം അഴിഞ്ഞു വീണു ആ സമയത്ത് പാർലമെന്റിൽ എന്നതാണ് സത്യം. ഒന്നും മിണ്ടാതെ വല്ലാതെ നാണം കെട്ട് വലിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ബ്രിട്ടാസ്. അവിടെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം PM ശ്രീക്കെതിരായിട്ടും PM ശ്രീ എന്ന് പറയുന്നത് കാവ്യവൽക്കരണമാണെന്നും അത് രാജ്യവിരുദ്ധമാണെന്നും ജനാധിപത്യ വിരുദ്ധമാണെന്നും അടിച്ചേൽപ്പിക്കുകയാണെന്നും ന്യൂനപക്ഷങ്ങളെ കൊല ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നും ചരിത്രത്തെ വളച്ചൊടിക്കലാണെന്നൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി വല്ലാതെ പ്രസംഗിക്കുന്ന, മാധ്യമങ്ങളിൽ പ്രസംഗിക്കുന്ന, പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്ന ബ്രിട്ടാസ് ഈ PM ശ്രീ പദ്ധതിയെ അംഗീകരിച്ചുകൊണ്ട് അതിനൊപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിനെ
കേന്ദ്ര സർക്കാരിനെ ഇവിടെ അടുപ്പിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ആ ഇരട്ടത്താപ്പാണ്, ആ കാപട്യമുഖമാണ് പൊളിഞ്ഞു വീണത്. ബ്രിട്ടാസിൻ്റെ കാപട്യമുഖമല്ല അവിടെ കണ്ടത്. ബ്രിട്ടാസിനെ നിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ CPM എന്ന് പറയുന്നത് ഇത്തരത്തിൽ കാപട്യം, പലപ്പോഴും കാപട്യം വഹിക്കുന്നതാണ്. പുറത്ത് പലതും പറയുകയും കേരളത്തിൽ പലതും പറയുകയും അത് കഴിഞ്ഞ് കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ ശ്രീകൃഷ്ണൻ്റെ പ്രതിമയും അതുപോലെ പത്മനാഭസ്വാമിയുടെ പ്രതിമയും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്ത് അവരെല്ലാം പ്രീതിപ്പെടുത്തുന്ന രീതി നമ്മൾ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ ഈ വിദ്യാഭ്യാസ മേഖല വല്ലാത്ത പരിങ്ങലിലാണ്. PM ശ്രീ പദ്ധതിയിൽ CPI-കാരുടെ എതിർപ്പിനെ തണുപ്പിച്ചിട്ട് അവരുമായിട്ട് രമ്യതയിൽ കൊണ്ടുവന്നിട്ട് ഒപ്പുവയ്ക്കുമെന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്.